പറഞ്ഞിട്ട് അതിൽ നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണെന്നൊക്കെ നോക്കിക്കണ്ടിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഞാൻ ആധികാരികമായി അതിനെക്കുറിച്ച് പഠിച്ചു വരുന്നത്. പിന്നെ ഫിലിം ബ്രട്ടേനയ്ക്കോ അങ്ങനെ എന്തോ സംഘടന എനിക്ക് അതിനെക്കുറിച്ച് ആഴത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു കാര്യക്ഷമമായൊരു സംഘടന അവർക്ക് വേണ്ടിയിട്ടില്ല ശബ്ദിക്കാൻ. അതാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചി, ഈ പ്രതികളുടെ പേര്, വേട്ടക്കാരുടെ പേര് പുറത്തു വിടുന്നതിൽ, അതായത് ഇപ്പം കൽക്കട്ടയിൽ ഇപ്പം ഒരു ഡോക്ടർക്കെതിരെയുള്ള ഒരു പ്രശ്നമുണ്ടായി, അതിൽ പ്രതിയുടെ പേര് പുറത്തുവിട്ടു. നിർഭയ കേസിൽ പ്രതിയുടെ പേര് പുറത്തുവിട്ടു. ഇതും സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അക്രമമല്ലേ? ഇതിൽ എന്തുകൊണ്ട് പേര് പുറത്തു വിടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതൊക്കെയാണ് ഈ പൊതുജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സംതിങ് ഫിഷി. ആരെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്? ഞാൻ പറയട്ടെ, നമ്മൾ ഈ ഡെമോക്രസി ഇപ്പോൾ ആരും ഭയപ്പെടരുത്. ഇപ്പോൾ CM ആയാലും PM ആയാലും ഒരു ക്രിമിനൽ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ഒരുത്തനാണ് തെറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഒരു അതിക്രമമാണ് ചെയ്തെങ്കിൽ എടുത്ത് വെളിയിൽ കളയണം. അതിൽ പാർട്ടി പൊസിഷൻ ഒന്നും നോക്കരുത്. അതിന് തൻ്റെ നട്ടലുള്ള ആർജവമുള്ള ആളുകൾ ഉണ്ടാവണം. ഭരണാധികാരികൾ അങ്ങനെയാണ്. അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ ഹൈഡ് ചെയ്ത് വെക്കുക. പ്രതികളാവപ്പെട്ടവർ ഇപ്പോഴും എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ ഭൂമിയിൽ ജീവിക്കുകയും ഇരകളാക്കപ്പെട്ട പെൺകുട്ടികൾ അവരുടെ ജീവിതം വല്ലാത്ത ട്രോമയിലൂടെ പോവുകയും ചെയ്യുന്നത് സാക്ഷര കേരളത്തിന്, ഇന്ത്യക്ക് അപമാനമാണ്.